നിയമസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഏതാണ്ട് 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച പോളിംഗ് ഓരോ ജില്ലയിലും രേഖപ്പെടുത്തുകയാണ്. നേരെ ആലപ്പുഴ ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. ഹരിപ്പാട് സുധീഷ് ഗോപാൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഹരിപ്പാട് പോളിംഗ് എങ്ങനെയാണ്? കാരണം സന്ദീപ് വാചസ്പതിയുടെ ഒരു സാന്നിധ്യത്തിലൂടെ ഈ തവണ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ വെല്ലുവിളി അവിടെ NDA ഉയർത്തുന്നു എന്ന വസ്തുത കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹരിപ്പാട് പോളിംഗ്? രാവിലെ സന്ദീപ് വാചസ്പതിയുടെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. വലിയ ആത്മവിശ്വാസം NDA ക്യാമ്പിനുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ വോട്ട് ചെയ്യാൻ വന്ന് നിൽക്കുകയാണോ? ഗൗതം, ഇപ്പോൾ ഞാനുള്ളത് ഹരിപ്പാട് മണ്ണാർശാല UP സ്കൂളിലാണ്. ഇവിടെ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ 54-ാം ബൂത്തിലാണ് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല കുടുംബ സമേതം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. വലിയ തിരക്ക്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടെ 20 മിനിറ്റിലധികമായി ക്യൂവിലുണ്ട്. വലിയ തിരക്കാണ് ഓരോ ബൂത്തിലും കാണാൻ കഴിയുന്നത്. 16% മേൽ 9:30-ക്കുള്ള കണക്കനുസരിച്ച് 16% മേൽ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ 16%-ന് 15.67% ചേർത്തല മറ്റ് ജില്ലയിലെ മറ്റു 5-ന് മുകളിലുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും മണ്ഡലങ്ങളിലും ഏറ്റവും അധികം പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്ന മണ്ഡലവുമാണ്. സുധീഷ്, എന്തായാലും ഹരിപ്പാട് സന്ദീപ് വാചസ്പതിയാണ് ഈ തവണ ഹരിപ്പാട്ടെ ശ്രദ്ധാകേന്ദ്രം എന്നതിൽ തർക്കമില്ല. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഹരിപ്പാടിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറി തുടങ്ങിയിരുന്നു. മുൻകാലങ്ങളിൽ BJPക്ക് കാര്യമായൊരു വോട്ട് വിഹിതം ഇല്ലാത്ത മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP 2ാം സ്ഥാനത്തെത്തി ഹരിപ്പാട്ട്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യമായ അനുകൂല സാഹചര്യം, BJPക്ക് അനുകൂലമായി കാറ്റ് വീശുന്നു എന്ന കൃത്യമായി മനസ്സിലാക്കിയ പാർട്ടി നേതൃത്വം അവിടെ സന്ദീപ് വാചസ്പതിയെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ഇട്ടുകൊടുക്കുകയായിരുന്നു. എന്തായാലും അതിശക്തമായ മത്സരം അവിടെ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹരിപ്പാട്ടെ വിശേഷങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി നേരെ കോഴിക്കോട്ടേക്ക്, വടക്കൻ കേരളത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അവിടെ അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് തയ്യാറാണ്. അനഘ, കോഴിക്കോട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഒന്ന് കോഴിക്കോട് സൗത്ത്, അതോടൊപ്പം തന്നെ കോഴിക്കോട് നോർത്ത്. അതിൽ സൗത്തിൽ റനീഷ് മത്സരിക്കുന്നു, നോർത്തിൽ നവ്യ ഹരിദാസ് ഉണ്ട്. അപ്പോൾ അതിശക്തമായ ത്രികോണ മത്സരം ആദ്യമായി ഈ കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലങ്ങളിൽ വരികയാണ്. മുൻപ് നമുക്കറിയാം അവിടെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ കാര്യമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. പക്ഷേ ഈ നവ്യയുടെയും റനീഷിൻ്റെയും സാന്നിധ്യം ആ 2 മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. നവ്യ രാവിലെ വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. റനീഷ് വോട്ട് ചെയ്തു. ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലും കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലുമാണ് ഈ 3 മണിക്കൂർ പിന്നിടുമ്പോൾ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ എന്നുള്ളതാണ്. കോഴിക്കോട് മൊത്തം 15%-ലധികം 16%-നോട് അടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൌദ്യോഗിക കണക്ക് പ്രകാരം 20%-അടുത്തേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സൗത്ത് മണ്ഡലത്തിലെയും അതുപോലെ നോർത്ത് മണ്ഡലത്തിലെയും കാര്യങ്ങൾ നേരത്തെ ഒക്കെ തന്നെ ഈ രാവിലെയൊക്കെ ഒരു അലസത കാണിക്കുന്ന വോട്ടർമാരായിരുന്നു മുമ്പ് തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ പിന്നിടുമ്പോൾ 16%-ലേക്ക് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുന്ന 2 സ്ഥലമായി കോഴിക്കോട് നോർത്തും അതുപോലെ കോഴിക്കോട് സൗത്തും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ബാലുശ്ശേരിയിൽ 16%-നോടടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പേരാമ്പ്ര, അതുപോലെ തിരുവമ്പാടി കൊടുവള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ 16%-നോടടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പോളിംഗ് ശതമാനം കോഴിക്കോട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെയൊക്കെ തന്നെ വലിയ നീണ്ട നില പല സ്കൂളുകൾക്ക് മുമ്പിലും നമ്മൾ കണ്ടതാണ്. സ്ത്രീകളുടെ ഒരു നീണ്ട നിരയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഓഫീസിലൊക്കെ പോവേണ്ട ആളുകൾ നേരത്തെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. കാരണം കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് ഈ 2 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഏകദേശം
കഴിഞ്ഞ തവണ 30,000-ന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ സ്ഥലമാണ്. അവിടങ്ങളിൽ ഇത്തവണ ഒരു അട്ടിമറി പ്രതീക്ഷിച്ച് തന്നെയാണ് NDA മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ്, മഹിളാ മോർച്ച അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസാണ് മത്സരിക്കുന്നത്. കോഴിക്കോട് സൗത്തിൽ രനീഷാണ്. രനീഷിനെ കുറിച്ച് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ 2 തവണ ഇടതു കോട്ടയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കൗൺസിലറായ ആളാണ് രനീഷ്. അതുകൊണ്ട് ഇത്തവണ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. കേന്ദ്ര നേതാക്കളടക്കം അമിത്ഷാ അടക്കം കോഴിക്കോടെത്തി പ്രചരണത്തിൽ പങ്കാളിയായി. അതൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും എന്നാണ് NDA ക്യാമ്പ് വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇത്തവണ കോഴിക്കോട് നിന്ന് ആദ്യത്തെ താമര കോഴിക്കോട് നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും വിരിയുമെന്നാണ് NDA ക്യാമ്പ് ഉറച്ച് വിശ്വസിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കോഴിക്കോട് നടന്നിട്ടുണ്ട്. അതിൻ്റെ സൂചനയാണ് ഈ രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിലാണ് 16% മുകളിലേക്ക് പോളിംഗ് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലാകെ 20% അടുത്ത് പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും അധികം പോളിംഗ് 3 മണിക്കൂർ പിന്നിടുമ്പോൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ വോട്ടർമാരുടെ ഒരു വലിയ നിര പല സ്കൂളുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. രാവിലെ വോട്ട് ചെയ്ത് മടങ്ങാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആദ്യം ഘട്ടത്തിൽ പേരാമ്പ്ര നമ്പ്രത്തുകര ഒരു സ്കൂളിൽ വോട്ടിംഗ് യന്ത്രത്തിന് ചെറിയ ചില തകരാറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയോ? എല്ലാവരും കൊണ്ടുവന്നു, എല്ലാവരും വോട്ട് ചെയ്തോ? ഇനി മോള് ചെറുതുണ്ടായതിനെ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. രാവിലെ തന്നെ വോട്ട് ചെയ്ത് വെയിലൊക്കെ മുമ്പ് പോവാന്ന് വിചാരിച്ചു. എല്ലാ വർഷവും എല്ലാപ്പോഴും വോട്ട് ചെയ്യാം? എല്ലാത്തിനും വോട്ട് ചെയ്യാം. വോട്ട് മിസ്സാക്കാറില്ല. വോട്ട് ചെയ്യും. എത്ര ദൂരെ നിന്നായാലും വന്നിട്ട് ചെയ്യും. എല്ലാരും വോട്ട് ചെയ്യും. എന്തായാലും ചെയ്യാം. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഇവർ പറഞ്ഞ പോലെ എല്ലാവരും അവരുടെ സമ്മതിദാന അവകാശം അത് ഉപയോഗപ്പെടുത്തണം, വോട്ട് ചെയ്യണം, അത് വിനിയോഗിക്കണം എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും തിരിച്ച് നമ്മൾ കോഴിക്കോട് സൗത്തിലേക്കും നോർത്തിലേക്കും തന്നെ വന്നാൽ ഒരു പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്, ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലം കൂടിയാണ് കോഴിക്കോട് നോർത്തും സൗത്തും ഒക്കെ. അത്രയധികം ഈ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണ് കോഴിക്കോട് നോർത്തും സൗത്തും. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കേന്ദ്ര നേതാക്കൾ എത്തുന്നു, ആ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുന്നു. ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. 30,000-അടുത്ത് വോട്ട് NDAക്ക് ഈ നോർത്തിലും സൗത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി ഇത്തവണ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ സമയത്തോടടുക്കുമ്പോൾ 3 മണിക്കൂർ, 10 മണി അടുത്തിരിക്കുകയാണ്. 3 മണിക്കൂർ അടുക്കുമ്പോൾ 20% മുകളിലേക്ക് കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് കടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതെ, ശരി അനഘ. എന്തായാലും കോഴിക്കോട് മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഗൗതം, നമ്മൾ രാവിലെ മുതൽ ആ ട്രെൻഡ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത ചൂടായതിനാൽ തന്നെ പരമാവധി വോട്ടർമാർ രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്, എറണാകുളത്തേക്കാണ്. അവിടെ രേഷ്മ ബാബു ചേരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു എറണാകുളം NDA സ്ഥാനാർത്ഥിയായ PR ശിവശങ്കർ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ക്യൂവിൽ നിൽക്കുന്നത്. നമുക്ക് രേഷ്മയിലേക്ക് പോകാം. രേഷ്മ, പറയൂ, അവിടെ എങ്ങനെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള പോളിംഗ് സ്റ്റേഷനായിട്ടുള്ള സെൻറ്റ് അഗസ്റ്റിൻസ് UP സ്കൂളിലാണ്. ഇവിടെയാണ് എറണാകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PR ശിവശങ്കരൻ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ കനത്ത പോളിംഗ് എറണാകുളം ജില്ലയിലെമ്പാടുമുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജില്ലയിൽ ഇപ്പോഴത്തെ ഒരു പോളിംഗ് ശതമാനമെന്ന് പറയുന്നത് 17.79% കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലാകെ പോൾ ചെയ്ത ശതമാനമെന്ന് പറയുന്നത് 74-75% മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിലനിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കഴിഞ്ഞ തവണത്തെ 2021 അപേക്ഷിച്ച് കൂടുതൽ പോളിംഗ് ശതമാനം ഉയർന്നേക്കുമെന്നുള്ളൊരു സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഏറ്റവും എടുത്തു പറയേണ്ടത് രാവിലെ തന്നെ പല ബൂത്തുകളിലും നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ തന്നെ നഗരവാസികളൊക്കെ തന്നെ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ട്രെൻഡ്. കാരണം ഇത്രയധികം ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ
നേരത്തെ തന്നെ വോട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു ട്രെൻഡാണ് നിലവിൽ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് ശതമാനം ജില്ലയിലെമ്പാടും പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. 20.52% പോൾ നിലയാണെങ്കിൽ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറവ് എന്ന് പറയുന്നത് മൂവാറ്റുപുഴയിലാണ്, 16.28%. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് കുന്നത്തുനാട് മണ്ഡലത്തിലാണ്. കിഴക്കൻ മലയോര മേഖലയായിട്ടുള്ള കുന്നത്തുനാട്ടിലാണ്. ഏറ്റവും കുറവ് എറണാകുളം നിയോജക മണ്ഡലത്തിലായിരുന്നു. പക്ഷേ ഇത്തവണ ആ ട്രെൻഡ് ഒന്ന് മാറി മറിയുന്നുണ്ട്. അതായത് എറണാകുളം നിയോജക മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം 18.29% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എറണാകുളം നിയോജക മണ്ഡലത്തിൽ വലിയൊരു ശതമാനം വോട്ടിംഗ് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിലെ ഉള്ള പോളിംഗ് ബൂത്തുകളിൽ വലിയൊരു നീണ്ട നിര കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെന്റ് അഗസ്റ്റിൻസ് UP സ്കൂളിലാണ്. അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PR ശിവശങ്കരൻ വോട്ട് രേഖപ്പെടുത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കര മണ്ഡലത്തിലാണ്, തൃക്കാക്കര നിയോജക മണ്ഡലത്തിന് കീഴിലാണ് അദ്ദേഹത്തിന് വോട്ട് ഉള്ളത്. അദ്ദേഹം മത്സരിക്കുന്നത് എറണാകുളം നിയോജക മണ്ഡലത്തിലാണ്. ഏറെ സാധ്യത പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വിജയപ്രതീക്ഷ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം. കാരണം എറണാകുളം എന്ന് പറയുന്ന ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലം കൂടിയാണ്. അവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവിടെ മാറി മറിയും, ട്രെൻഡുകൾ മാറി മറിയും. അവിടെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ചായ്വ് നഗരവാസികൾക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ സുപരിചിതനായിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും എറണാകുളത്ത് എല്ലാ കാലത്തും പൊതു നിലപാടെടുത്തിട്ടുള്ള പരിപാടികളിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PR ശിവശങ്കറിൻ്റെ വലിയൊരു പ്രതീക്ഷ അവിടെയുണ്ട്. മാത്രമല്ല മറ്റ് മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ട സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം വലിയൊരു പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ NDAയ്ക്ക് അത്തരത്തിലുള്ള വേണ്ടി വന്നിട്ടില്ല. എറണാകുളം ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് പറയുമ്പോൾ എറണാകുളത്ത് NDAയ്ക്ക് വലിയൊരു വിജയപ്രതീക്ഷയുണ്ട്. തൃക്കാക്കര, തൃപ്പൂണിത്തുറ, അതോടൊപ്പം തന്നെ കുന്നുള്ള മണ്ഡലങ്ങളിൽ വലിയൊരു വെച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ അടക്കം മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ട്രെൻഡ് പോളിംഗ് ശതമാനം അത് NDAയ്ക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ തന്നെ മൂന്ന് മുന്നണി നേതാക്കന്മാരും ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ആർക്ക് അനുകൂലമാകുമെന്നുള്ളൊരു കാര്യത്തിൽ മെയ് 4-ാം തീയതി മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. എന്തായാലും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എറണാകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PR ശിവശങ്കർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് ചില പ്രതികരണങ്ങൾ നമുക്ക് ആരായാം. എന്നാലും വോട്ട് രേഖപ്പെടുത്തി എന്താണ് ഒരു പ്രതീക്ഷ? കേരളം മുഴുവൻ വലിയ മുന്നേറ്റമാണ് NDA നടത്തുന്നത്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ വികാരം അത് ജനങ്ങൾ ഇത്തവണ ഈ തിരഞ്ഞെടുപ്പിലൂടെ തീർച്ചയായും പ്രതിഫലിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിൽ പൂർണ്ണമായും വർഗീയമായി കീഴ്പ്പെട്ടിരിക്കുന്നു. മത തീവ്രവാദ സംഘടനകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്ന UDFിനോട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു നിയന്ത്രണത്തിൽ ആയിരിക്കുന്നു. ലീഗാണെങ്കിൽ ജമാഅത്തയുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അതുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലായ UDFിനെയും അതുപോലെ തന്നെ ഈ കേരളം പൂർണ്ണമായും കട്ടുമുടിച്ച ഖജനാവ് കട്ടുമുടിച്ച ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ കട്ടുമുടിച്ച, ക്ഷേത്രങ്ങൾ മുഴുവൻ കട്ടുമുടിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെയും അതിശക്തം ഇന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ പോളിങ്ങിലൂടെ കാണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണം അങ്ങനെയാണ്, നല്ല പ്രതികരണമാണ് പൊതുവേ ഉണ്ടാകുന്നത്. ശതമാനം ഉയരുന്നുണ്ടല്ലോ, എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു? നഗര കേന്ദ്രങ്ങളിൽ ഞാൻ അത്രയേറെ പോളിംഗ് ശതമാനം കാണുന്നില്ല. പക്ഷേ ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അതിരാവിലെ തന്നെ വളരെ നല്ല പോളിംഗ് ശതമാനമാണ് എറണാകുളം ജില്ലയിലെ പല ഭാഗത്തും കാണുന്നത്. ഇത് കാണിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി അതിതീവ്രമായ ആഗ്രഹത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നാണ്. പോളിംഗ് ശതമാനം ആദ്യ സമയത്ത് നഗരത്തിലൊഴിച്ച്, ഞാൻ നഗരത്തിലെ പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ നഗരത്തിൽ അത്രയേറെ കണ്ടില്ല. പക്ഷേ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതിരാവിലെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് ഇത്ര നന്നായിട്ട് എത്തുന്നത്. അതെ, ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് തങ്ങളിലൂടെയാണ് എന്നാണ് ഓരോ സ്ഥാനാർത്ഥികളും
പ്പെടുത്തിയ ശേഷം എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. NDA സ്ഥാനാർത്ഥി പറയുന്നുണ്ട് ഇടത് വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ വികാരം അത് വോട്ടായി മാറി വിജയത്തിലേക്ക്. രേഷ്മ, എറണാകുളത്തെ വോട്ട് വിശേഷങ്ങൾ രേഷ്മ പങ്കുവയ്ക്കുകയായിരുന്നു. വീണ്ടും വടക്കൻ കേരളത്തിലേക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പോയി വരാം. അവിടെ രമ്യ കോഴിക്കോടുണ്ട്. രമ്യ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വർഗീയമായ പരാമർശങ്ങൾ ഉണ്ടാകുകയും മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് മലബാറിലാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഇസ്ലാമിക സംഘടനകൾക്ക് വലിയ വേരോട്ടമുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ തീവ്ര സംഘടനകളുടെ വോട്ട് പിടിക്കുവാൻ വേണ്ടി ഇരു മുന്നണികളും നടത്തിയ നാണംകെട്ട കളികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതെല്ലാം പ്രതിഫലിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത്. അതിനാൽ മലബാറിൽ വിശേഷിച്ച് കോഴിക്കോട് എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? അവിടുത്തെ പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചെയ്തു. രമ്യ എവിടെയാണ് ഇപ്പോഴുള്ളത്? ഗൗതം, ഞാനിപ്പോൾ ഉള്ളത് പുതിയറ VHSSലാണ്. ഇവിടെയാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള റെനീഷ് വോട്ട് ചെയ്യുന്ന ബൂത്ത്. 47-ാം ബൂത്തിലാണ് റെനീഷ് വോട്ട് ചെയ്യുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ട് ചെയ്യാനായി സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 46-ാമത്തെ ബൂത്തിലെ ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉച്ചയോടുകൂടി ഉച്ചയാക്കാതെ തന്നെ ഏകദേശം രാവിലെയോടുകൂടി തന്നെ ആളുകൾ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ നിലവിലുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേർ ബൂത്തുകളിൽ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായ മണ്ഡലം തന്നെയായിരുന്നു കോഴിക്കോട് ഉൾപ്പെടെ മലബാർ ഏരിയകളെല്ലാം. അതായത് നേരത്തെ ഗൗതം പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ SDPI മുതലായ വർഗീയ ശക്തികളുമായിട്ടുള്ള UDF LDF സംഘടനകളുടെ എല്ലാം ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടെല്ലാം തന്നെ വലിയ തോതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. കോഴിക്കോട് ഉൾപ്പെടെ നമുക്കറിയാം, കോഴിക്കോട് പേരാമ്പ്ര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെല്ലാം വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വാശിയേറിയ ഒരു പോരാട്ടം നടന്ന ഒരു ജില്ല തന്നെയായിരുന്നു കോഴിക്കോടും എന്ന് നമുക്ക് പറയാം. മലബാറിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് വളരെ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റനീഷിൻ്റെ പോളിംഗ് ബൂത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ റനീഷ് ഇങ്ങോട്ടെത്തും. ഇവിടെ നിരവധി ആളുകളെല്ലാം തന്നെ ഇവിടെ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് ചോദിച്ചറിയാം. വോട്ട് ചെയ്യാൻ നേരത്തെ വന്നു? എന്താ, വെയിൽ കൊണ്ടാണോ നേരത്തെ എത്തിയത്? വെയിൽ കൊണ്ട് നേരത്തെ എത്തിയത്. അതെ അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണോ? നേരത്തെ എത്താറുണ്ടോ? ഈ സമയത്ത് എത്താറുണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് എടുക്കേണ്ടതുണ്ട്. ഉമ്മ, നേരത്തെ വന്നുല്ലേ വോട്ട് ചെയ്യാൻ? നേരത്തെ വന്നു. എന്താ ഇന്നിപ്പോൾ വെയിലൊക്കെ ആണോ ഇത്തരത്തിൽ നേരത്തെ വോട്ട് ചെയ്യാൻ എത്താൻ കാരണം? ആ വെയിലുകൊണ്ടാണ്. എങ്ങനെയാണ് ഇത്തവണ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ? ഒന്നും പറയാനില്ല. കൃത്യമായി തന്നെ അവർക്ക് എന്താ ഒരു പ്രതീക്ഷ ഇത്തവണ തോന്നുന്നത്? പ്രതീക്ഷ ഇപ്പോൾ എനിക്ക് തോന്നുന്നു LDF വീണ്ടും തിരിച്ചു വരുന്നു. അത്തരത്തിലാണ്. ഓക്കെ, സമ്മിശ്രമായ പ്രതികരണങ്ങൾ തന്നെയാണുള്ളത്. വികസനത്തിന്റെ കാര്യത്തിൽ നല്ല വികസനമുണ്ട്. നല്ല വികസനം തന്നെയാണ് ആളുകളെല്ലാം തന്നെ പറയുന്നത്. ഇത്തരത്തിലുള്ള വികസനം തന്നെയാണ് ഇത്തവണ ചർച്ചയാകുന്നതും. ഈ കോഴിക്കോട് ഉൾപ്പെടെ തന്നെ വികസനം വലിയ തോതിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു വോട്ടിംഗ് ശതമാനം, കാരണം ഇന്ന് നമുക്കറിയാം തുടങ്ങിയിട്ടേ ഉള്ളൂ. കോഴിക്കോട് ഉൾപ്പെടെ വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോഴിക്കോടിൻ്റെ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ ബാലുശ്ശേരിയിൽ 16.20% വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേപ്പൂരിൽ 15.47, എലത്തൂരാണെങ്കിൽ 15.61, 15.16, കൊടുവള്ളിയിൽ 16.02, കോഴിക്കോട് നോർത്ത് ഇതുവരെ ഉള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 16.52% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത് 16.23, കുന്നമംഗലം 15.70, കുറ്റിയാടി 15.33, നാദാപുരം 15.76, പേരാമ്പ്ര 16.25, കൊയിലാണ്ടിയിലും ഇതുപോലെ തന്നെ സമാനമായി തന്നെ 15.67 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടി 15.45, വടകരയിൽ 15.46 തുടങ്ങിയ വലിയ തോതിൽ തന്നെ രാവിലെ ഏകദേശം ഒരു 10 മണിയോടടുക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ. ശരി രമ്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ച പോളിംഗ് തന്നെയാണ് കോഴിക്കോട് മണ്ഡലത്തിലും. രമ്യ ദാസ് പുതിയറ VHSSൽ നിന്നാണ്
ഇപ്പോൾ നിലവിൽ തത്സമയ വിവരങ്ങൾ നൽകിയതിന് നമ്മൾ നേരെ കണ്ണൂരേക്കാണ് പോകുന്നത്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നുണ്ട്. അവിടെ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു വിൻഡോയിൽ കാണുന്നത്. മിഥുനിലേക്ക് പോകാം. മിഥുൻ, അവിടെ ഏത് രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? അതോടൊപ്പം ഇപ്പോൾ നിലവിൽ വോട്ടേഴ്സിന്റെ കണക്കുകൾ, ശതമാന കണക്കുകൾ വരുന്നുണ്ടോ? പോളിംഗ് ശതമാന കണക്കുകൾ വരുന്നുണ്ടോ? തീർച്ചയായും രോഹിണി, വളരെ മികച്ച രീതിയിൽ തന്നെ കണ്ണൂരിലെ പോളിംഗ് പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്പസമയം മുതൽ 10 മണിയോടുകൂടി ഏതാണ്ട് 15.65% കണ്ണൂർ ജില്ലയിലെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, കടുത്ത ചൂടാണ്, കാലാവസ്ഥ വലിയ പ്രതികൂലമായ ഒരവസ്ഥയാണ്. ആ സാഹചര്യത്തിൽ ചൂട് കനക്കുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോവുക എന്ന രീതിയിലേക്ക് വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രാവിലെ മുതൽ വലിയ തിരക്ക് ഈ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കുന്ന് രാധാവിലാസം സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹം കുടുംബത്തോടൊപ്പം എത്തി ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഇതേ ഒരു രീതിയിലുള്ള തിരക്ക് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട പോളിംഗ് സ്റ്റേഷനിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു ആശ്വാസമായ ഒരു സംഭവം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ സ്വാഭാവികമായും ഈ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും പലയിടത്തുനിന്നും അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വളരെ പരമായ രീതിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 771 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 2040 പ്രശ്നബാധിത ബൂത്തുകളുള്ളതിൽ 771 പ്രശ്നബാധിത ബൂത്തുകളുമുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. സ്വാഭാവികമായും ഉച്ച കഴിഞ്ഞാൽ ഒക്കെ ചെറിയ സംഘർഷമൊക്കെ ഉണ്ടാകാറുണ്ട് മുൻകാലങ്ങളിൽ. അത് അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കട്ടെ എന്നൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല, സുരക്ഷ കണക്കിലെടുത്ത് വലിയ ഭാഗം കേന്ദ്ര സേനയും അതുപോലെ തന്നെ പോലീസിൻ്റെ ഒക്കെ കനത്ത സുരക്ഷ തന്നെയാണ് ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ മുഴുവൻ സമയ വെബ്കാസ്റ്റിങ്ങും അതുപോലെ തന്നെ മുഴുവൻ വീഡിയോ ചിത്രീകരണവും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി ഈ പള്ളിക്കുന്ന് രാധാവിലാസം സ്കൂളിലെ 137 നമ്പർ ബൂത്തിൽ ക്യൂ നിൽക്കുന്നതാണ്. അദ്ദേഹം വോട്ട് ചെയ്തതിന് ശേഷം പ്രതികരണം നമുക്ക് തേടാവുന്നതാണ്. ഏതായാലും മികച്ച രീതിയിൽ തന്നെ കണ്ണൂരിൽ പോളിംഗ് പുരോഗമിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, വലിയ രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും ഉടലെടുത്ത പയ്യന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും ഒക്കെ തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. രോഹിണി, ശരി മിഥുൻ. അങ്ങനെ കണ്ണൂരെ സാഹചര്യം നമ്മൾ വിലയിരുത്തുകയുണ്ടായി. നമ്മളിനി കോഴിക്കോടേക്ക് പോകേണ്ടതുണ്ട്. കോഴിക്കോട് അനഘ ചേരുന്നുണ്ട്. ഈസ്റ്റ് ഹിൽ ഗവൺമെൻറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്നാണ് അനഘ ചേരുന്നത്.